ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർച്ച് 19 വ്യാഴാഴ്ച കേരളത്തിൽ വമ്പം ബ്ലോക്ക് ബസ്റ്റർ വിജയക്കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ആട് 3. ജയസൂര്യ നായകനായി മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സൈജു കുറുപ്പ്, വിനായകൻ, ധർമ്മജൻ ബോൾഗാൾട്ടി, വിജയ് ബാബു, സണ്ണി വെയിൻ എന്നിങ്ങനെ വമ്പൻ താരനിരയാണ് അണിനിരന്നിട്ടുള്ളത്. ചിത്രത്തിന്റെ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള ആദ്യ 3 ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പുതിയ ട്രാക്കേഴ്സ് കളക്ഷൻ റിപ്പോർട്ടും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം സിനിമ ആദ്യ ദിവസം 18 കോടി 1 ലക്ഷം രൂപയാണ് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തത്. ഇത് ദിനം കൂടിയ രണ്ടാം ദിവസമായി വെള്ളിയാഴ്ച ലോകമെമ്പാടുമായി 24 കോടി 66 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം മൂന്നാം ദിവസം ഇന്നലെ ശനിയാഴ്ച നേടിയെടുത്തത് 23 കോടി 50 ലക്ഷം രൂപയാണ്. അങ്ങനെ 66 കോടി 17 ലക്ഷം രൂപയാണ് ഏറ്റവും പുതിയ ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം ഈ സിനിമ ഇന്നലെ വരെ ലോകമെമ്പാടുമായി നേടിയെടുത്തത്. എന്നാൽ അല്പം മുമ്പ് പുറത്തുവന്ന ഒഫീഷ്യൽ പോസ്റ്റർ പ്രകാരം ഈ സിനിമ ലോകമെമ്പാടുമായി 68 കോടി രൂപയാണ് ആദ്യ 3 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. ഇനി 3 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഈ സിനിമ 20 കോടി 10 ലക്ഷം രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. 4-ാം ദിവസം ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 7 കോടി 50 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 4 ദിവസം കൊണ്ട് കേരളത്തിൽ 27 കോടി 50 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 22 കോടി റേഞ്ചിലാണ്. അങ്ങനെ ട്രാക്കേഴ്സ് കണക്ക് പ്രകാരം ഈ സിനിമ ലോകമെമ്പാടുമായി 88 കോടി റേഞ്ചിലും ഒഫീഷ്യൽ കണക്കുകൾ പ്രകാരം 90 കോടി റേഞ്ചിലും 4 ദിവസം കൊണ്ട് എത്തിച്ചേർന്നതാണ്. രൺവീർ സിംഗ് നായകനായി ആദിത്യധാർ തിരക്കഥ സംവിധാനം ചെയ്ത ദുരന്തർ 2വിന്റെ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള ആദ്യ 3 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരളത്തിൽ ഈ സിനിമ 7 കോടി 10 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഒഫീഷ്യലായി പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 395 കോടി 20 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. 3 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 540 കോടി 10 ലക്ഷം രൂപ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. 4-ാം ദിവസം എന്ന ഞായറാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ ഈ സിനിമ 2.5 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 4 ദിവസം കൊണ്ട് തന്നെ ദുരന്തർ 2 കേരളത്തിൽ 9 കോടി 50 ലക്ഷത്തിന് മുകളിലാണ് നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 700 കോടി റേഞ്ചിലുമാണ്. മാർച്ച് 19 തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയാണ് ഉസ്താദ് ഭഗത് സിംഗ്. പവൻ കല്യാൺ, ശ്രീലീല, റാഷി ഖന്ന, പാർത്ഥിപൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ഹരീഷ് ശങ്കറാണ് സംവിധാനം ചെയ്തത്. ആവറേജ് ബിലോ ആവറേജ് അഭിപ്രായം മാത്രം നേടിയെടുത്ത ഈ സിനിമയുടെ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 3 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപ്രകാരം തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 56 കോടി 15 ലക്ഷം രൂപയും കർണാടകയിൽ നിന്ന് 5 കോടി 40 ലക്ഷം രൂപയുമാണ് സ്വന്തമാക്കിയത്. തമിഴ്നാട് കളക്ഷനായി 72 ലക്ഷം നേടിയ ഈ സിനിമ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 83 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ 3 ദിവസത്തെ ഇന്ത്യൻ കളക്ഷനായി 63 കോടി 10 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. വിദേശത്ത് നിന്ന് $9,45,000 അതായത് 8 കോടി 84 ലക്ഷം രൂപയാണ് നേടിയെടുത്തത്. അങ്ങനെ ലോകമെമ്പാടുമായി 3 ദിവസം കൊണ്ട് 71 കോടി 94 ലക്ഷം രൂപ സ്വന്തമാക്കിയ ഈ സിനിമയുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് 135 കോടി രൂപയാണ്. നിലവിൽ വേൾഡ് വൈഡ് ഷെയറായി ഈ സിനിമയ്ക്ക് 39 കോടി 64 ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്യാനായിട്ടുള്ളത്. ജിത്തു സതീശൻ മംഗലത്ത് തിരക്കഥ സംവിധാനം ചെയ്ത് മാർച്ച് 6 തിയേറ്ററിലെത്തി വളരെ മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു ഫാന്റസി, മിസ്റ്ററി, ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന സിനിമയാണ് സംഭവം അധ്യായം 1. സിദ്ധാർത്ഥ് ഭരതൻ, വിനീത് കുമാർ, അസ്കർ അലി, അസിം ജമാൽ, സെന്തിൽ കൃഷ്ണ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ഏറ്റവും പുതിയ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 16 ദിവസം കൊണ്ട് 4 കോടി 85 ലക്ഷം രൂപയാണ് കേരളത്തിൽ നേടിയെടുത്തിട്ടുള്ളത്. 17-ാം ദിവസം എന്ന ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 10 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 4 കോടി 95 ലക്ഷം റേഞ്ചിലാണ് 17 ദിവസത്തെ കേരള കളക്ഷൻ എത്തി നിൽക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 7 കോടി 50 ലക്ഷത്തിന് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.